നമസ്കാരം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ കാരക്കാട് എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമം. ചെങ്ങന്നൂരാണല്ലേ? എന്താ ചെയ്യുന്നേ? ഞാൻ പ്രൊഫഷണലി ആർട്ടിസ്റ്റാണ്. അപ്പോൾ കുറച്ച് സ്പോട്ട് ഡബും 3 സ്റ്റാറും. ഓക്കെ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു പരസ്യത്തിൽ കൂടെ തുടങ്ങാം. അതായത് നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ആയതിനു ശേഷം ഈ കാണാനില്ല എന്നുള്ള പരസ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഒരു പോസ്റ്റ് ഇട്ട് ഷെയർ ചെയ്താൽ ഇപ്പോൾ ആൾക്കാരെയൊക്കെ കാണാറുണ്ട്. അത് നമ്മളെല്ലാം വിട്ടുപോയി അരുൺ വെഞ്ഞാറമൂട് ആ സമയത്ത് ചെയ്തൊരു വോയിസ് ഓവറാണ്, കോമഡി വോയിസ്, ഒരു ഫീമെയിൽ വോയിസ്. അപ്പോൾ അത് പരസ്യം ഒന്ന് അവതരിപ്പിക്കാം. കാണുവാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ഋതിക് റോഷൻ എന്ന ഇരട്ടപ്പേരുള്ള പുളിഞ്ചിക്ക ബാബുവിനെ ഇന്നലെ കൊല്ലത്ത് നിന്നും കാണാതായി. പാലപ്പത്തിൻ്റെ നിറവും വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ശരീരവുമുള്ള ഈ വാവളന്താൻ മലയാളം, ഇംഗ്ലീഷ്, സയൻസ്, സാമൂഹ്യപാഠം എന്നീ ഭാഷകൾ ആരെങ്കിലും സംസാരിച്ചാൽ വായും പൊളന്നിരുന്ന് കേട്ടോണ്ടിരിക്കും. ഇവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള അണ്ടി ആപ്പീസിലോ PWD ആപ്പീസിലോ ഏൽപ്പിക്കേണ്ടതാണ്. കാരണം റോഡ് വർക്കിനുള്ള ടാറ് തീർന്നിരിക്കുകയാണ്. ഇനി ഇവനെ കിട്ടിയെങ്കിലേ ബാക്കി ഉരുക്കി ടാറുണ്ടാക്കാൻ സാധിക്കൂ. നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ഭാവന ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ് നമ്മൾ. അതിൽ പരിമളം എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒന്ന് അവതരിപ്പിക്കണം ഭാവന. അല്ല എത്തിയാ ഞാനവിടെ കാത്തിരിക്കാർന്ന്. ഇന്നാള് 2 ശിവാണ്ടൊക്കെ ഫോൺ ചെയ്താ, എന്നിട്ട് പരിമളത്തെ പെടുത്തിരിക്ക. ഇല്ല, തിരക്കില്ല, എനിക്കറിയാത്. അതുപോലെ തന്നെ നമ്മുടെ പറവൂർ ഫരിദൻ ചേട്ടന്റെ വോയിസ് കൂടെ ഒന്ന് ചെയ്യാണ്. അധികം ആരും വേദിയിൽ ചെയ്തിട്ടില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാണ് കുറെ നാളായിട്ട്. ഓക്കെ. സത്യം പറഞ്ഞാൽ നിന്നെ കണ്ടാർക്കെങ്കിലും വട്ടിക്കാൻ തോന്നും. മുതലാളി, ഇവിടെ എത്തുന്നിടം വരെ 10,000 രൂപ എൻ്റെ മടിക്കുത്തി തന്നെ ഉണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് ആരാ അടുത്തോണ്ട് പോകുന്ന എനിക്ക് ഓരോ പെട്ടിയില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി കുറച്ച് സ്പോട്ടബിലേക്ക് കിടക്കുകയാണ്. മുള്ളംകുല്ലിക്ക് തെക്ക് കാടാണ്. ഇവിടെ വെള്ളിയിരഞ്ഞാണം കെട്ടിയിരുന്ന കാട്ടരുവിയിൽ കർക്കിടകത്തിലെ ആദ്യ മഴയ്ക്ക് നിറഞ്ഞു കലങ്ങി ഒഴുകുന്നത് എന്നും ഒരു വിസ്മയക്കാഴ്ചയാണ്. എൻ്റെ വേലായുധനും അതുപോലൊരു വിസ്മയമാണ്. പോലീസ് സ്റ്റേഷൻ. ഉറുമി സ്തംഭാൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയ 3 പേരെ നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങളറിയാത്ത 3 പേര് കൂടിയുണ്ട്. ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും ഒരു മാന്നാർമത്തായി. അതിൽ ബാലകൃഷ്ണനാണ് ഞാൻ. മാന്നാർമത്തയുടെ ഉർവശി തിയേറ്റേഴ്സിൽ നിന്നും. ഞാനും മാന്നാർമത്തയും ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് വന്ന് അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഞങ്ങളിലെ 3-ാമൻ ഗോപാലകൃഷ്ണൻ, അവൻ രക്ഷപ്പെട്ടു. മുഴുവൻ പണവും അവൻ്റെ കയ്യിലാണ്. ഇന്ന് രാത്രി അവൻ ഈ നഗരം വിടും. KLY 9433. ആ കാറിന് പിന്നിൽ ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ടാവും. അവൻ്റെ അമ്മ. എന്താ എൻ്റെ ഉദ്ദേശം? 500-ന്റെ മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. അതൊന്നും കണ്ട തെണ്ടികളെടുത്ത് പറയേണ്ട കാര്യമില്ല. നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നെങ്കിൽ നിങ്ങളെ തടയാൻ പറയുന്നത് കൈവെട്ടാൻ ഞാൻ ഉണ്ടാവും. അതല്ല കുടുംബവരെയും വെച്ച് പക വീട്ടാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നെഞ്ചത്തെ ആദ്യത്തെ വെട്ടുന്നത് ഞാനായിരിക്കും. അതേടാ, അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. രാമഭദ്ര, നമുക്ക് ഈ തള്ളെ കറക്കിയെടുത്താലോ? നീ കറക്കിയെടുത്തു. ഇവനാവുമ്പോ നല്ല മാച്ചായിരിക്കും. ഞങ്ങൾ അവളെ തന്നെ കറക്കിയെടുത്തോളാം. പറയുന്ന മുഴുവൻ അങ്ങോട്ട് കേൾക്കടാ. അവളെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി അവിടെ മുത്തശ്ശിയാ. മുത്തശ്ശി നമ്മുടെ ആളായാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്ത് സാധിക്കും? ഏത് തള്ളമാരെ വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എൻ്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാൽ പറയടാ. മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണ് അങ്ങോട്ട് കാച്ചുന്നു. അതിനവര് ചായയും കാച്ചിക്കൊണ്ട് വന്നാലേ പറ്റൂ. ഡൊണേഷൻ മുമ്പ് വാങ്ങിയില്ല എന്ന് പറഞ്ഞത്. എൻ്റെ സ്കൂളിൻ്റെ ഒഫീഷ്യൽ മാറ്റേഴ്സ് നിങ്ങൾ എന്തിനറിയണം? യു ഹാവ് നോ റൈറ്റ് ടു പീപ്പ് ഇൻ ടു മൈ പ്രൈവസി. മൈൻഡ് ഇറ്റ്. നിങ്ങൾ പോലീസുകാരുടെ മറ്റടുത്ത മുറയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. സൂപ്പർ, നല്ലായിരുന്നു. മാമുക്കോയ സർ എങ്ങനെ ഉണ്ടായിരുന്നു? വിനീഷ് താങ്ക് യു സർ. താങ്ക് യു സർ. സിദ്ദിഖ് സർ നന്നായിരുന്നു. ഇതിനകത്ത് ശബ്ദാനുകരിച്ചതിൽ ഭാവനയുടെ ശബ്ദം അല്ലേ ഭയങ്കര രസമായിരുന്നു.
അത് ആ സ്റ്റൈലും സാധാരണ ഫീമെയിൽ വോയിസ് മെയിൽ ആർട്ടിസ്റ്റുകൾ വളരെ റെയറായിട്ടാണ് ചെയ്യാറുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതുപോലെ ഇവിടെ സ്പോട്ട് ഡബിങ്ങിൽ സീമയുടെ ശബ്ദവും നന്നായിട്ട് ചെയ്തു. പിന്നെ സായികുമാറിൻ്റെ, പിന്നെ സിദ്ദിഖിൻ്റെ, മധുസാറിൻ്റെ, ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു എനിക്കതിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് സിദ്ദിഖ പറഞ്ഞ പോലെ ഭാവനയുടെ ശബ്ദമാണ് കറക്റ്റായിട്ട്. പിന്നെ സീമ ചേച്ചിയുടെ ശബ്ദം, സായി ചേട്ടൻ്റെ, സിദ്ദിഖയുടെ പഴയ ശബ്ദമാണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ സിനിമകളിൽ കാണുന്നത് സിദ്ദിഖ വേറെ ടൈപ്പാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ സ്ക്രീനിൽ കാണുമ്പോൾ എന്താ സിദ്ദിഖിൻ്റെ ശബ്ദം ഇങ്ങനെയാണെന്ന് ചിലപ്പോൾ പിള്ളേർക്ക് തോന്നിയാൽ അവരോട് പറയുന്ന ഉത്തരവാണ് ഞാനിത്. ഇത് സിദ്ദിഖയുടെ ഒരു പഴയ ആ കാലത്തെ സിദ്ദിഖയുടെ ശബ്ദം. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അനുകരിക്കാൻ ശ്രമിച്ചതിന് ഒരുപാട് നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇനി നല്ലൊരു തുടക്കം ആയിക്കോട്ടെ ഇവിടുന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.